ഉന്നയിക്കുന്നത് CPIM-ഉം കോൺഗ്രസും ഒക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദുഷ്ടലാക്കോടുകൂടിയുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ഇന്ന് ചോദ്യം ചെയ്യും. നേരത്തെ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് ED നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. ഇതിൻ്റെ വിവരങ്ങളുമായി AT അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അശ്വതി, അന്ന് തെരഞ്ഞെടുപ്പും നോമിനേഷൻ നൽകാൻ സ്ഥാനാർത്ഥിയോടൊപ്പം പോകണം എന്നൊക്കെയായിരുന്നു ആവശ്യപ്പെട്ടിരുന്ന വർഗീസ്. ഇന്ന് ഹാജരാകുമോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്നലെ PK ബിജു ഹാജരായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ EDയുടെ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനുശേഷമാണ് ഇപ്പോൾ MM വർഗീസ് കൂടി ഹാജരാകാൻ പോകുന്നത്. പക്ഷേ ഹാജരാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. കഴിഞ്ഞ തവണ നോട്ടീസ് നൽകിയപ്പോൾ ഈ നോമിനേഷൻ നൽകാനായി സ്ഥാനാർത്ഥിക്കൊപ്പം പോകണം, മറ്റ് പ്രചരണ പരിപാടികളുണ്ട് എന്നൊക്കെയായിരുന്നു MM വർഗീസ് EDക്ക് വിശദീകരണം നൽകിയത്. ഇന്ന് പക്ഷേ വീണ്ടും ഹാജരാകാനുള്ള നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർഗീസ് ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. AT അശ്വതി ചേരുന്നു. അശ്വതി, വർഗീസിൻ്റെ വൃത്തങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ന് ഹാജരാകുമോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട? ജിംഷാദ്, ഇന്ന് MM വർഗീസ് ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഏകദേശം ഒരു 11 മണിയോടുകൂടി കൊച്ചിയിലെ ഈ കേസിൽ ഹാജരാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളോട് ഔദ്യോഗികമായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം അവിടെ നിന്നും പുറപ്പെടുന്നു, തൃശ്ശൂരിൽ നിന്ന് ED ഓഫീസിലേക്ക് പുറപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ CPM കൗൺസിലറും CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ഷാജിനും ഇന്ന് ഹാജരാകും. അദ്ദേഹത്തിനും ഇന്ന് ഹാജരാകാനായിട്ട് ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം PK ബിജു ഹാജരായിരുന്നു. അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ ഈ കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ കൈമാറി എന്ന് അറസ്റ്റിലായിട്ടുള്ള അരവിന്ദാക്ഷന്റെ മൊഴിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് PK ബിജുവിനോട് കഴിഞ്ഞ ദിവസം ഹാജരാകാനായിട്ട് ED ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹം ഹാജരായിരുന്നു. അതിനുശേഷം എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി താൻ മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് PK ഷാജിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് ഇന്ന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അദ്ദേഹവും ഹാജരാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇരുവരും, അതായത് PK ബിജുവും അതുപോലെ തന്നെ PK ഷാജിനും ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പാർട്ടി നിയോഗിച്ചിട്ടുള്ള സമിതിയിലെ അംഗങ്ങളാണ്, ഈ കമ്മീഷനിലെ അംഗങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളായിരിക്കും ഒരുപക്ഷെ ED ഇവരോട് വ്യക്തമായി ചോദിച്ച് ഇരുവരോട്. ശരി, അശ്വതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ED നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് MM വർഗീസ് ഹാജരായേക്കും എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. AT അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വാർത്തയിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ടത്, മസാല ബോണ്ട് കേസിൽ ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക. നേരത്തെ ഹർജി പരിഗണിച്ച കോടതി തൽസ്ഥിതി തുടരണമെന്നും കടുത്ത നടപടി പാടില്ലെന്നും നിർദ്ദേശിച്ചിരുന്നു. ഹർജിയിൽ ED ഇന്ന് വിശദീകരണവും നൽകുന്നുണ്ട്. മസാല ബോണ്ട് കേസിൽ ഫെമ ലംഘനം